Hello, good day all. Hope you all are staying safe and healthy. Today we are discussing a short story that is Paper Menagerie written by Ken Liu. So, shall we move to the author? Ken Liu is a Chinese American writer and translator of speculative fiction. Was born in China. When he was only 4, his parents moved to the USA. And he lived with the paternal grandparents who were science professors. From there, he became a voracious reader, and at 14, he moved to California to live with his parents. After schooling, he joined Harvard College, where he studied English and computer science. Later, he joined Harvard Law School, got his Juris Doctor in 2004. Before becoming a full-time writer, he worked as a software engineer, corporate lawyer, and litigation consultant. First published work is Carthaginian Rose. The Paper Menagerie and Other Short Stories was published in 2016, and it became the first work of fiction to win all 3 major science fiction awards, the Hugo, the Nebula, and the World Fantasy Award. Many of his works are adapted for films, and he has received many awards and honors. Currently, he lives near Boston with his wife and 2 daughters. So, this is about our author, right? സോ കെൻ ലിയോ അദ്ദേഹം ഒരു ചൈനീസ് അമേരിക്കൻ എഴുത്തുകാരനും അതുപോലെ തന്നെ ട്രാൻസ്ലേറ്ററുമാണ്. ഓക്കെ, അദ്ദേഹം ചൈനയിലാണ് ജനിച്ചത്. അദ്ദേഹത്തിന് 4 വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ പാരൻസ് US മൂവ് ചെയ്തു. അതിനുശേഷം നമ്മുടെ കെൻ ലിയോ ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെയാണ് ജീവിച്ചത്. ഗ്രാൻഡ് പാരൻസ് സയൻസ് പ്രൊഫസേഴ്സ് ആയിരുന്നു. അവരടുത്ത് ഒരുപാട് ബുക്സും കാര്യങ്ങളുണ്ട്. ബുക്സ് ഒരുപാട് വായിച്ചാണ് നമ്മുടെ കെൻ ലിയോ വളർന്നത്. അപ്പോൾ കെൻലിക്ക് 14 വയസ്സുള്ള സമയത്ത് അവർ ഫാമിലീൻ്റെ കൂടെ പാരൻസിൻ്റെ കൂടെ കാലിഫോർണിയയിലേക്ക് മൂവ് ചെയ്തു. അങ്ങനെ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോൾ നമ്മുടെ കെൻലിയോ ഹാർവർഡ് കോളേജിൽ ചേർന്നു. അങ്ങനെ ഇംഗ്ലീഷും കമ്പ്യൂട്ടർ സയൻസുമാണ് പഠിച്ചത്. 1998 ആ ഒരു ഡിഗ്രി കംപ്ലീറ്റ് ആയി. അങ്ങനെ അദ്ദേഹം ജൂറിസ് ഡോക്ടർ എടുത്തു. 2004 അതെടുത്തത്. അങ്ങനെ ഒരു മുഴുനീള എഴുത്തുകാരനാവിന് മുമ്പ് അദ്ദേഹം ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറായും കോർപ്പറേറ്റ് ലോയറായും ലിറ്റിഗേറ്റിംഗ് ലിറ്റിഗേഷൻ കൺസൾട്ടൻ്റ് ആയിട്ടൊക്കെ അദ്ദേഹം എന്ത് ചെയ്തു, ജോലി ചെയ്തിട്ടുണ്ട്. അതുപോലെ കാർത്തേജീനിയൻ റോസ് ആണ് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പബ്ലിഷ്ഡ് വർക്ക്. പേപ്പർ മെനേജറി ആൻഡ് അതർ സ്റ്റോറീസ് പബ്ലിഷ് ചെയ്ത് 2016. ഇറ്റ് ബിക്കം ദ ഫസ്റ്റ് വർക്ക് ഓഫ് ഫിക്ഷൻ ടു വിൻ ദ ഓൾ മേജർ സയൻസ് ഫിക്ഷൻ അവാർഡ്സ്. അപ്പോൾ സയൻസ് ഫിക്ഷൻ്റെ 3 അവാർഡുകളും കിട്ടിയ ആദ്യ പുസ്തകം നമ്മുടെ പേപ്പർ മെനേജറി ആയിരുന്നു. ദ ഹ്യൂഗോ, അതുപോലെ ദ നെബുല, ദ വേൾഡ് ഫാൻറ്റസി എന്നുള്ള അവാർഡ്സൊക്കെയാണ് കിട്ടിയത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പല വർക്ക്സും ഫിലിമിലേക്ക് അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരുപാട് അവാർഡ്സ് ആൻഡ് ഹോണേഴ്സ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് നൗ ഹി ലീവ്സ് ഇൻ ബോസ്റ്റൺ വിത്ത് ഹിസ് വൈഫ് ആൻഡ് 2 daughters. So shall we move to the summary? So, the story talks about the experience of growing between 2 cultures. The story is told by or narrated by author. One of his earliest memories is that of sobbing. It is starting by saying that one of his earliest memories is that of sobbing. When he was relentlessly crying, Jack's mom took out a sheet of paper from on the top of the fridge and began to make a paper tiger to soothe him. She called the paper tiger that she had created for Jack Lehagu. These type of animals are called origami. Origami is the art of folding paper and create certain things. Okay, origami animals that Jack's mother make become alive when she breathed into them. This was a magic and that attracted the boy. So എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റോറി പറയുന്നത് എക്സ്പീരിയൻസ് ഗ്രോയിങ് ബിറ്റ്വീൻ 2 കൾച്ചേഴ്സ്, 2 കൾച്ചേഴ്സിൻ്റെ ഇടയിൽ നിന്നിട്ട് ജീവിക്കുന്നൊരവസ്ഥ, അല്ലെങ്കിൽ അങ്ങനെ ഗ്രോ അപ്പ് ചെയ്തിട്ടില്ല, അങ്ങനെ വളർന്നൊരവസ്ഥയാണ്. ഇതിൻ്റെ എക്സ്പീരിയൻസ് ആണ് ഇതിൽ പറയുന്നത്. സ്റ്റോറി പറയുന്ന ഓതർ തന്നെയാണ്. തുടങ്ങുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഷോർട്ട് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വൺ ഓഫ് ഹിസ് ഏർലിയസ്റ്റ് മെമ്മറീസ് ഈസ് ഓഫ് ദ സോബിങ്.
അപ്പോൾ ഇതിൽ നമ്മുടെ ഓഥർ പറയുന്നത് വെച്ചാൽ എൻ്റെ ആദ്യ ഓർമ്മകളിൽ ഒന്ന് ഞാൻ കരയുന്നതായിരുന്നു, അല്ലെങ്കിൽ ഏങ്ങലടക്കുന്നതായിരുന്നു, അതായത് ഭയങ്കരമായിട്ട് വിങ്ങി കരയുന്നതായിരുന്നു. ഓക്കെ. ആൻഡ് വെൻ ഹി വാസ് റിലീസ് ക്രൈങ്, അപ്പോൾ അങ്ങനെ നിർത്താതെ കരയുമ്പോൾ നോർമൽ പാരൻസിൻ്റെയൊക്കെ പോലെ തന്നെ അച്ഛന് ഒരുപാട് അവനെടുത്ത് കരച്ചിൽ നിർത്താൻ നോക്കും. അച്ഛന് കഴിയില്ല. അവസാനം അമ്മ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്. അമ്മ ട്രൈ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അമ്മ ഒരു പേപ്പർ എടുക്കുന്നു, ഫ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് ഒരു പേപ്പർ എടുക്കുന്നു. എന്നിട്ട് അമ്മ എന്ത് ചെയ്യുന്നുണ്ട്, ബിഗാൻ ടു മേക്ക് പേപ്പർ ടൈഗർ, അതുകൊണ്ട് പേപ്പർ ടൈഗർ ഉണ്ടാക്കുന്നു അവനെ ഒന്ന് കാം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. സോ ഷീ കാൾഡ് ദ പേപ്പർ ടൈഗർ ദാറ്റ് ഷീ ഹാഡ് ക്രിയേറ്റഡ് ദ ജാക്ക് ലഹാഗു. അങ്ങനെ ആ ഒരു ഫസ്റ്റ് ആയിട്ട് അവർ ക്രിയേറ്റ് ചെയ്ത ടൈഗറിന് അവർ ലഹാഗു എന്നുള്ള പേരിടുന്നു. ആൻഡ് ദീസ് ടൈപ്പ് ഓഫ് ആനിമൽസ് ആർ കാൾഡ് ഒറിഗാമി. ഒറിഗാമി എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ആനിമൽസ്, പേപ്പർ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ക്രാഫ്റ്റ്, അതായത് പേപ്പർ ഫോൾഡ് ചെയ്തിട്ട് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കുക, അതിനെയാണ് ഒറിഗാമി എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് അത്തരത്തിലുള്ള ആനിമൽസിനെ ഫോൾഡ് ചെയ്ത് അത്തരത്തിലുള്ള പേപ്പേഴ്സ് ഫോൾഡ് ചെയ്ത് അത്തരത്തിലുള്ള ആനിമൽസിനെ ഉണ്ടാക്കും. അതിന് ശേഷം അവരുടെ അമ്മ അതിലേക്ക് ശ്വസിക്കുമ്പോൾ അതിനുള്ള ജീവൻ ഉണ്ടാവുന്നു. ഓക്കെ. ദിസ് വാസ് എ മാജിക്, അത് അവരുടെ മാജിക്കായിരുന്നു. അതോടെ ആ ഒരു കുട്ടീനെ അത് ഇൻസ്പയർ ചെയ്തു, വലിയ അട്രാക്റ്റ് ചെയ്തു. അങ്ങനെ ആ കുട്ടി എന്ത് ചെയ്തു, ആ കരച്ചിലൊക്കെ നിർത്തുന്നു. And she talked to him in Chinese, that is her native language. His mother is resourceful, as she kept a Christmas gift wrap of colored papers to make some paper craft. Beautiful things are created out of that. And within the limited resource, she can create beauty or beautiful things. And this is a childhood memory that he had. The first session discussed the mother-child relationship. അപ്പോൾ ഇതിൽ പറയുന്നത് ഷീ ടോക്ക് ടു ഹിം, ചൈനീസിലാണ് അമ്മ അവനോട് സംസാരിച്ചിരുന്നത്. അതാണ് അമ്മയുടെ നേറ്റീവ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ. അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ അമ്മമാരുടെ പോലെ തന്നെ എന്താണ്, ഹിസ് മദർ ഇസ് റിസോഴ്സ്ഫുൾ, അവൻ്റെ അമ്മയും റിസോഴ്സ്ഫുൾ ആണ്. അവൾ ക്രിസ്മസിന് കിട്ടുന്ന ഗിഫ്റ്റിൻ്റെ റാപ്സ്, അവൻ്റെ കവേഴ്സൊക്കെ എന്ത് ചെയ്യും, കളർ പേപ്പേഴ്സൊക്കെ എടുത്തു വെക്കും പേപ്പർ ക്രാഫ്റ്റിന് വേണ്ടിയിട്ട്. ഓക്കെ. അങ്ങനെ എടുത്തു വെക്കുന്ന പേപ്പേഴ്സിൽ നിന്ന് അവൾ ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല കാര്യങ്ങളും എന്ത് ചെയ്യും, ഉണ്ടാക്കും. അപ്പോൾ ഈ അവൾക്ക് കിട്ടുന്ന ലിമിറ്റഡ് റിസോഴ്സിൽ നിന്ന് അവൾ എന്ത് ചെയ്യുന്നുണ്ട്, ഷീ ക്യാൻ ക്രിയേറ്റ് ബ്യൂട്ടി, ഒരുപാട് ഭംഗിയുള്ള സാധനങ്ങൾ, അവൾക്ക് ഒരുപാട് അത്ഭുതപ്പെടുന്ന പല സാധനങ്ങളും ഉണ്ടാക്കാൻ, അതായത് പേപ്പർ ക്രാഫ്റ്റ് വർക്ക്സ് ഉണ്ടാക്കാൻ അവൾക്ക് യൂസ്ഫുൾ ആവുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു മെമ്മറിയാണ് നമ്മുടെ ഇതിലെ ക്യാരക്ടറായ ജാക്കിന് ഉള്ളത്. ഓക്കെ. അപ്പോൾ ദ ഫസ്റ്റ് സെഷൻ ഡിസ്കസ് ദ മദർ ചൈൽഡ് റിലേഷൻഷിപ്പ്. അപ്പോൾ ഫസ്റ്റ് സെഷൻ ത്രൂ ഡിസ്കസ് ചെയ്യുന്ന മദറിനും ചൈൽഡും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ്. ഇനി ഒറിഗാമി എന്നുള്ള വാക്ക് വന്ന് ജാപ്പാനീസിലെ ഒരി, കാമി എന്നീ രണ്ട് വാക്കുകൾ കൂട്ടിച്ചേർത്തിട്ടാണ് ഒറിഗാമി എന്നുള്ള വാക്കുണ്ടായത്. ഒരേ എന്നാൽ മടക്കുക, അതുപോലെ കാമി എന്നാൽ പേപ്പർ. അപ്പോൾ പേപ്പർ മടക്കിയിട്ട് ഉണ്ടാക്കുന്ന ഒരു പലതരത്തിലുള്ള സാധനങ്ങളെയാണ് ഇങ്ങനെ ഒറിഗാമി എന്ന് വിളിച്ചത്. ഓക്കെ. And when he grown up, he began to hate his Chinese heritage. He got a new friend, Mark, and he brought his Star Wars figures. And Mark made him insulted by looking into his paper toys. He packed the paper menagerie in a large shoebox and put it under the bed. If Mom talked to him in Chinese, he refused to answer. അപ്പോൾ ഇതിൽ പറയുന്നത് അവന് വലുതായപ്പോൾ അവൻ്റെ ചൈനീസ് ഹെറിറ്റേജൊക്കെ അവന് ഇഷ്ടപ്പെടാതെ അല്ലെങ്കിൽ ഹേറ്റ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ. ഹി ഗോട്ട് എ ന്യൂ ഫ്രണ്ട്. അവർ വീട് മാറി വന്നപ്പോൾ അവരുടെ നൈബറായ മാർക്ക് എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്. അവനാണ് അവൻ്റെ പുതിയ ഫ്രണ്ടായിട്ട് കിട്ടിയത്. സോ മാർക്ക് ഒരു ദിവസം ഒരു വീട്ടിലേക്ക് വന്നപ്പോൾ മാർക്ക് അവൻ്റെ നല്ല ടോയ്സ് കൊടുന്നു. സ്റ്റാർ വാർ ഫിഗേഴ്സൊക്കെ, സ്റ്റാർ വാർ ആക്ഷൻ ഫിഗേഴ്സ് ടൈപ്പ് ഓഫ് ടോയ് ഒക്കെ അത് കൊണ്ടുവന്നു. അങ്ങനെ എന്ത് ചെയ്തു, അവർ തമ്മിൽ കളിക്കാൻ തുടങ്ങി. അപ്പോൾ ഇവന് ഉള്ള ടോയ്സ് എന്താ വെച്ചാൽ ഈ പേപ്പർ, അമ്മ ഉണ്ടാക്കിയ പേപ്പർ കൊണ്ടുള്ള ഈ ഓർഗാമി ആനിമൽസൊക്കെയാണ്. അപ്പോൾ എന്ത് ചെയ്തു, അവന് മാർക്ക് ഇവനെ കളിയാക്കി പേപ്പറിലൊക്കെ, ഇതാണ് നിൻ്റെ ടോയ്സ് എന്നൊക്കെ വെച്ചിട്ട് അവനെ കളിയാക്കിയ സമയത്ത് ഹി ഫീൽ ഇൻസൾട്ടഡ്. അവന് ഭയങ്കര ഇൻസൾട്ടായത് തോന്നുകയാണ് നമ്മുടെ ജാക്കിന്. അങ്ങനെ അമ്മ ഇവന് ഒരുപാട് ഓർഗാമീസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, ഒരുപാട് ഓർഗാമി ആനിമൽസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഫിഷായിട്ടും അതുപോലെ തന്നെ കൗ, അത്തരത്തിലുള്ള പല ആനിമൽസിനെ കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഓക്കെ. അങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്, നമ്മുടെ ജാക്കിന് 10 വയസ്സുള്ളപ്പോഴാണ് അവർ പുതിയ വീട്ടിലേക്ക് മാറുന്നുണ്ട്. അങ്ങനെ അവരെ സ്വാഗതം ചെയ്യാൻ വേണ്ടിയിട്ട് നൈബേഴ്സൊക്കെ വരുന്ന സമയത്ത് ഇവരുടെ പിതാവ് ഇവർക്ക് വെള്ളമൊക്കെ കുടിക്കാൻ കൊടുക്കും. അപ്പോൾ പറയും, അമ്മ ചൈനീസാണ്, അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല. ജാക്കിൻ്റെ അച്ഛന് ഫാദർ വരുന്നത് എന്താണെന്ന് വെച്ചാൽ അമേരിക്കനാണ്. അപ്പം അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചൈനീസാണ്, അതുകൊണ്ട് ഒന്നും വിചാരിക്കരുത്, അമ്മക്ക് അമേരിക്കൻ ഭാഷ, അത് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല എന്നൊക്കെ പറയുന്നു. ആ സമയത്ത് ഈ കുട്ടീനോട്
ജാക്കിൻ്റെ അടുത്ത് പേര് ചോദിക്കുമ്പോൾ ആ ജാക്ക് പറയുന്നുണ്ട് ജാക്ക് എന്നാണ് പേര്. അപ്പോൾ അവർ പറയുന്നത് ചൈനീസ് പേരാണല്ലോ എന്നൊക്കെ ആയിരുന്നു അവരുടെ മറുപടി. അങ്ങനെ ഈ കുട്ടിക്ക് ഇത്തരത്തിലുള്ള ടോയ്സ് ഉള്ളൂ, നിൻ്റെ അമ്മ ഇത്തരത്തിലുള്ള വേസ്റ്റ് പേപ്പേഴ്സിൻ്റെ റാപ്സൊക്കെ കൊണ്ടാണ് ഇത്തരത്തിലുള്ള ടോയ്സ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് മാർക്ക് കളിയാക്കുന്ന സമയത്ത് നമ്മുടെ ജാക്കിനും തോന്നുകയാണ് ഇതൊരു വേസ്റ്റ് പേപ്പറാണ്, ലഹാഗു ഒരിക്കലും ഒരു ടൈഗർ അല്ല, ഒരു വേസ്റ്റ് പേപ്പറാണെന്നൊക്കെ തോന്നുന്നുണ്ട്. ആൻഡ് ദെൻ ഹി packed the paper menagerie in a large shoe box and put it under the bed. I mom talked to him in Chinese, refused to answer. അങ്ങനെ ഈ കുട്ടി എന്ത് ചെയ്തു, ഇത്തരത്തിലുള്ള പേപ്പർ മെനേജറീസൊക്കെ എടുത്തിട്ട് ആ കുട്ടി എന്ത് ചെയ്തു, ഷൂ ബോക്സിൽ കൊണ്ടിട്ട് ഇങ്ങനെ കൊണ്ടുവെക്കുകയാണ്, കോണിപ്പടിയിൽ കൊണ്ടുവെക്കുന്നുണ്ട്. അതായത് ഉപേക്ഷിക്കപ്പെട്ട രീതിയിൽ അവനെ ഒഴിവാക്കുന്ന രീതിയിൽ അവന് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ അമ്മ ചൈനീസിൽ അവനോട് സംസാരിച്ചാൽ ഹി റിഫ്യൂസ് ടു ആൻസർ, അവനെ ശരിക്കും ആൻസർ കൊടുക്കുകയൊന്നുമില്ല, അവന് താല്പര്യം ഉണ്ടായിരുന്നില്ല ചൈനീസ് സംസാരിക്കാൻ. And Mark teased him at school, and Mark was popular at school. He looked into the mirror. Is he look like mom? When mom talked in Chinese, he asked her to talk in English. He told her to cook in American style. If she talked to him in Chinese, he refused to answer. And Jackie slowly became American, pushing aside. Jackie slowly became American by pushing aside his Chinese heritage. While ignoring his mother, he can ignore. He thinks by ignoring his mother, he can ignore his Chinese heritage. അപ്പോൾ എന്ത് ചെയ്തു, അവനെ സ്കൂളിൽ മാർക്ക് അത്യാവശ്യം നല്ല റെപ്യൂട്ടേഷനുള്ള കുട്ടിയായിരുന്നു, ഭയങ്കര പോപ്പുലറായിരുന്നു. അതുകൊണ്ട് തന്നെ സ്കൂളിലൊക്കെ വെച്ച് ഇവനെ ഒരുപാട് കളിയാക്കാൻ തുടങ്ങി. അവൻ്റെ മുഖം കണ്ടാൽ ഒരു ചൈനീസ് ലുക്കൊക്കെ പോലെയാണ്. അപ്പോൾ അവൻ കണ്ണാടിയിൽ വന്നു, അവൻ എന്ത് ചെയ്തു, ഇങ്ങനെ നോക്കി, അവനെ അമ്മേൻ്റെ പോലെ ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് അവൻ്റെ അച്ഛൻ പറയുന്നില്ല എന്ന് പറയുന്നത്, അച്ഛനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛന് കാര്യമെന്ന് മനസ്സിലായിട്ടുണ്ട്. ആൻഡ് അവൻ അമ്മയുടെ അടുത്ത് പറയുന്നത് ചൈനീസിൽ സംസാരിക്കേണ്ട, അമേരിക്കൻ ഇംഗ്ലീഷ് സംസാരിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവന് അമേരിക്കൻ സ്റ്റൈൽ ഫുഡ് മതി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അച്ഛന് അമ്മയ്ക്ക് അമേരിക്കൻ സ്റ്റൈൽ ഫുഡൊക്കെ എടുക്കുന്ന റെസിപ്പി എടുക്കുന്ന ഒരു ബുക്ക് മേടിച്ച് കൊടുക്കുന്നുണ്ട് അമ്മേൻ്റെ അടുത്ത്. അച്ഛനും പറയുന്നുണ്ട് ഇങ്ങനെ അമേരിക്കയിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് കുറച്ച് സംസാരിക്കാൻ പഠിക്കാൻ വേണ്ടി അച്ഛനും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവൻ വിചാരിക്കുന്നുണ്ട് അവന് അമ്മേനെ ഇങ്ങനെ ഇഗ്നോർ ചെയ്യാൻ തുടങ്ങി. അമ്മേനെ ഇഗ്നോർ ചെയ്തതിലൂടെ അവന് ചൈനീസ് ഹെറിറ്റേജ് ഇഗ്നോർ ചെയ്യാൻ പറ്റുമെന്നുള്ള അവന് ചിന്തിക്കുകയാണ്. Dad also asked her to speak in English as she is in America, and mom tried to speak in English, but her broken sentence embraced him. When mother began to behave like American mother, it was like an awkward for her, and she stopped that when she knew he was annoyed, and it looked not at all natural to her. ഓക്കെ, അപ്പോൾ അങ്ങനെ അച്ഛൻ ഇൻസിറ്റ് ചെയ്യുന്നുണ്ട്, അവരുടെ അടുത്ത് സംസാരിക്കാനൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അമ്മ, അതായത് ചൈനീസ് മദർ എന്ത് ചെയ്യുന്നുണ്ട്, അമേരിക്കൻ മദേഴ്സിനെയൊക്കെ പോലെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു, അവനെ കെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവനതൊന്നും ഇഷ്ടമാവുന്നില്ല. അവന് അതൊരു നേച്ചുറൽ, അമ്മ അങ്ങനെ ചെയ്യുമ്പോൾ അവന് നേച്ചുറലായിട്ട് ഫീൽ ചെയ്യുന്നില്ല. അങ്ങനെ അവന് അത് വേണ്ട, അല്ലെങ്കിൽ അവനത് ഇഷ്ടപ്പെടുന്നില്ല, ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, and she began to mime things if she need to see something. And every once in a while she made newspaper animals, but he stuffed them away in the box in the attic. അങ്ങനെ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവൾ പതിയെ മൈമി, അതായത് പലതും ആംഗ്യ ഭാഷയിലൂടെ പറയാൻ തുടങ്ങി. അവൻ്റെ അടുത്ത് സംസാരിക്കാൻ പേടിയായിട്ട് അവൻ അക്സെപ്റ്റ് ചെയ്യില്ല അല്ലേ. അപ്പോൾ എന്ത് ചോദിച്ചാൽ എവറി വൺസ് ഇൻ എ വൈൽ, അപ്പോൾ ഷീ മെയ്ഡ്, അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ അവൻ നമ്മുടെ ചൈനീസ് മദർ എന്ത് ചെയ്യും, ഇത്തരത്തിലുള്ള പേപ്പർ ആനിമൽസൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. പക്ഷേ അവനതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല, അവനെ നേരെ പോയിട്ട് ആ ബോക്സിൽ കൊണ്ടിടുകയാണ് ചെയ്യുന്നത്. So she used to sing in Chinese when she was in the kitchen. Her English was much better, but he was already at the age when he wasn't interested in what she had to say or whatever language she used. It was hard for him to believe that she gave birth to him. They had nothing common. You shouldn't treat your mother that way, Dad said. He wanted his dad in this way, and he loves him or his wife and his son. He just want to avoid trouble. Okay, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവൻ്റെ അമ്മ ഒറ്റയ്ക്കാവുന്ന സമയത്ത് കുക്ക് ചെയ്യുന്ന സമയത്ത്, കിച്ചണിലാവുന്ന സമയത്ത് അമ്മ ചൈനീസ് സോങ്സൊക്കെ പാടി. അതുപോലെ തന്നെ ഇംഗ്ലീഷ് അതുപോലെ അവരുടെ അമ്മയുടെ ഇംഗ്ലീഷ് കുറച്ച് ഡേ ബൈ ഡേ കുറച്ചുകൂടി ഇംഗ്ലീഷൊക്കെ നന്നായിട്ട് വരാൻ തുടങ്ങി. പക്ഷേ ഇവൻ ആ ഒരു ഏജിലെത്തി, ഇവന് ഒന്നോടും താല്പര്യമില്ല. അമ്മ എന്ത് സംസാരിച്ചാലും അമ്മ എന്ത് ചെയ്താലും ഒന്നും പ്രശ്നമില്ല എന്നുള്ള രീതിയിലായി അവന്. ഇറ്റ് വാസ് ഹാർഡ് ഫോർ ഹിം ടു ബിലീവ് ദാറ്റ് ഷീ. അപ്പോൾ ആ കുട്ടി അവന് ചില സമയത്ത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഈ ഒരു സ്ത്രീയിൽ നിന്നാണോ ഞാൻ ഉണ്ടായതെന്ന് വരെ ആ കുട്ടിക്ക് വിശ്വസിക്കാൻ ഭയങ്കര പ്രയാസമായി തുടങ്ങി. അങ്ങനെയൊക്കെയായി അവൻ്റെ ചിന്ത.
ഓക്കെ, ദേ ഹാഡ് നത്തിങ് കോമൺ. അവനും അവൻ്റെ അമ്മയും തമ്മിലൊന്നും കോമൺ ആയിട്ടൊന്നും ഉണ്ടാവില്ല, അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ടാവില്ല. ചെറുപ്പത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ആണെങ്കിൽ എന്താണ്, അവനും അവൻ്റെ അമ്മയും അത്രത്തോളം ക്ലോസ്ഡ് ആണ്. ഓക്കെ, അങ്ങനെ വലുതായി വന്നപ്പോഴാണ് അമ്മയും അവനും തമ്മിലുള്ള റിലേഷൻഷിപ്പിന് എന്ത് വന്നത്, ഗ്യാപ്പ് വന്നു തുടങ്ങിയത്. അപ്പോൾ അച്ഛൻ പറയുന്നത് നീ നിൻ്റെ അമ്മയെ അങ്ങനെ ട്രീറ്റ് ചെയ്തെന്ന് വാൺ ചെയ്യുന്നുണ്ട്. അച്ഛൻ ഒരിക്കലും ആ ഒരു ട്രബിൾ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് അച്ഛന് മെയിൻറ്റെയിൻ ചെയ്യണം. അതുകൊണ്ടാണ് അച്ഛന് അവൻ്റെ അടുത്ത് വാൺ ചെയ്യുന്നത്, അമ്മയുടെ അടുത്ത് നന്നായി സംസാരിക്കാനൊക്കെ. ഓക്കെ, ദ റീഡർ വാസ് സഡൻലി ബ്രോട്ട് ഇറ്റ് ടു ഹോസ്പിറ്റൽ. അപ്പോൾ നെക്സ്റ്റ് സീന് വരുന്നത് നമുക്ക് എന്താ വെച്ചാൽ റീഡേഴ്സിനെ പെട്ടെന്ന് ഒരു ഹോസ്പിറ്റൽ സീനിലേക്ക് കൊണ്ടുവരാണ്. ഹിസ് മോം ഈസ് ലൈങ് ഇൻ ദ ഹോസ്പിറ്റൽ ആൻഡ് ഷി വാസ് നോട്ട് എറ്റ് ഈവൻ 40 ബട്ട് ഷീ ലുക്ക് മച്ച് ഓൾഡ്. നമ്മുടെ അമ്മക്ക് അധികം പ്രായമൊന്നുമില്ല, ഒരു 40 വയസ്സ്, നോട്ട് എറ്റ് ഈവൻ 40, 40 വയസ്സ് കൂടി ഇല്ല. പക്ഷേ അമ്മനെ കണ്ട് അതിനേക്കാളും പ്രായം, 40-ൽ കവിഞ്ഞ പ്രായം അമ്മയ്ക്ക് തോന്നുന്നുണ്ട്. ഹി സഫറിങ് ഫ്രം ക്യാൻസർ ആൻഡ് ബിയോണ്ട് ദ ലിമിറ്റ്സ് ഓഫ് സർജറി ഈവൻ ദോ ജാക്സ് മൈൻഡ് വാസ് നോട്ട് ഇൻ ദ റൂം. ഇറ്റ് വാസ് എ മിഡിൽ ഓഫ് ദ ഓൺ ക്യാമ്പസ് recruiting season and he was focused on resumes and a transcript and interview schedules. He was thinking of the flight back to the California sunshine even from the hospital room. He knew it was bad on his part to ignore his dying mother, but he did not bother. സോ പെട്ടെന്ന് നമ്മൾ റീഡേഴ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഹോസ്പിറ്റൽ സീനിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അമ്മയ്ക്ക് വയ്യ, അമ്മയ്ക്ക് ക്യാൻസറാണ്, ഇനി സർജറി ചെയ്യാനുള്ള ലിമിറ്റ്സൊക്കെ കഴിഞ്ഞു. അങ്ങനെ അവൻ ആ ഒരു റൂമിലിരിക്കുമ്പോഴും, ഹോസ്പിറ്റൽ റൂമിലിരിക്കുമ്പോൾ അവൻ്റെ ചിന്ത ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ്, അതേപോലത്തെ റെസ്യൂമേഴ്സ്, ഇൻ്റർവ്യൂസ്, സ്റ്റേറ്റ്യൂസ്, അവൻ്റെ ഷെഡ്യൂൾസാണ്. അവനറിയത് അമ്മയെ ഇഗ്നോർ ചെയ്യുന്നത് ശരിയല്ല, പക്ഷേ ഹി ഡി നോട്ട് ബോദർ, അവൻ അതിനെക്കുറിച്ചൊന്നും ബോധേഡ് അല്ല. ഓക്കെ, ആൻഡ് അമ്മേൻ്റെ അടുത്ത് അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട് അവനെങ്ങനെ പോകണം. അങ്ങനെ ആ സമയത്ത് അവൻ എന്ത് ചെയ്യുന്നുണ്ട്, അവൻ്റെ അമ്മേൻ്റെ കൈയൊന്ന് പിടിച്ചിട്ട് ആ ഒരു കാര്യം മാത്രമാണ് അവൻ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് മോം ഗേവ് പെർമിഷൻ ടു ഹിം to go by saying she's fine. At her words, dad left her with a jack. അങ്ങനെ അവൾ ഓക്കെ ആണെന്നൊക്കെ പറയുന്ന സമയത്ത് അച്ഛന് അമ്മ നിർബന്ധിച്ചുകൊണ്ട് തന്നെ അച്ഛന് വിടുന്നുണ്ട്. ഷീ ആസ്ക്ഡ് ഹിം ടു ടേക്ക് ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ് ആറ്റിക് എവറി ഇയർ അറ്റ് ക്വിങ്ങിങ് ആൻഡ് ഷീ വുഡ് ബി വിത്ത് ഹിം ഓൾവേസ്. അപ്പോൾ ക്വിമിങ് എന്ന് പറഞ്ഞ സംഭവം എന്താ നമുക്ക് ആർക്കാം. അപ്പോൾ ക്യുമിങ് വാസ് ചൈനീസ് ഫെസ്റ്റിവൽ ഫോർ ദ ഡെഡ്. അപ്പോൾ ചൈനയിൽ മരിച്ചവരുടെ ഓർമ്മ ദിവസമാണ് ക്യുമിങ് എന്ന് പറയുന്നത്. അപ്പോൾ അമ്മ പറയുന്നുണ്ട് ആ ബോക്സിലെ സാധനങ്ങൾ, അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കി തന്ന ആ ഒരു ഫിഗേഴ്സ്, അല്ലെങ്കിൽ പേപ്പർ ആനിമൽസ്, അതിനെ ഞാൻ ക്യുമിങ് ദിവസത്തിൽ ഒന്ന് നോക്കണം എന്ന് അവൻ്റെ അടുത്ത് അമ്മ പറയണം. ഷി വുഡ് ബി വിത്ത് മീ ഓൾവേസ്, ആ ഒരു അമ്മ നിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും എന്നൊക്കെ പറയണം. ക്യുമിങ് വാസ് എ ചൈനീസ് ഫെസ്റ്റിവൽ ഫോർ ദ ഡെഡ് ആൻഡ് വെൻ ഹി വാസ് വെരി യങ് mom used to write a letter on coming to her dead parents back in China, telling them the good news about the past years of her life in America. He used to make paper birds and release it. This was a way she used to remember them once in a year. അപ്പോൾ അവരുടെ അമ്മേൻ്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട് അവരുടെ ക്യുമിങ് ദിവസത്തിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഈ കുട്ടി ഓർക്കുന്നുണ്ട്, ചെറിയ പ്രായത്തിൽ തന്നെ എന്താണ്, അമ്മ പേപ്പർ കൊണ്ട് ബേർഡ്സ് ഉണ്ടാക്കിയിട്ട് അതിനെ പറത്തി വിടുന്നുണ്ട്. അങ്ങനെ കടലൊക്കെ താണ്ടി അമ്മേൻ്റെ പാരൻസിൻ്റെ അടുത്ത് എത്തുന്നു. അവർ ടോമിൽ പോയ വിശേഷങ്ങൾ പറയുന്നു. അമ്മ അവരുടെ പാസ്റ്റ് എക്സ്പീരിയൻസും അമ്മ ഇപ്പോൾ നന്നായിട്ട് ഇരിക്കുന്നു അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ബേർഡ് അവിടെ പോയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ഐ എം ജസ്റ്റ് കൺക്ലൂഡ് ദ സെഷൻ റൈറ്റ് ഹിയർ. That means the first part, and I will discuss the remaining part in the next video. It seems the video is too lengthy and it's difficult for you to follow a class for a long time. Well, so we will meet in the next class, and I will upload the next part soon.